കിനാലൂർ എസ്റ്റേറ്റിലെ 2400 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്ന് കിനാലൂർ സ്വാശ്രയ കർഷക സമിതി. ഇതിനെതിരെ നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ശനിയാഴ്ച കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കിനാലൂർ എസ്റ്റേറ്റിലെ 2400 ഏക്കർ ഭൂമിയിൽ നിന്ന് ഏക്കറിന് ശരാശരി 600 കിലോ റബ്ബർ വെച്ച് പ്രതിവർഷം 1500 മെട്രിക് ടൺ റബ്ബർ ഉൽപാദനവും 300 കോടിയോളം രൂപയുടെ വരുമാനവും ഉണ്ട്. ഇതുവഴി സർക്കാരിന് 2 കോടിയിൽ പരം രൂപ നികുതി ഇനത്തിൽ ലഭിക്കുന്നുമുണ്ട്. കർഷകരും തൊഴിലാളികളുമടക്കം 1700ഓളം കുടുംബങ്ങളാണ് ഈ തോട്ടത്തെ ആശ്രയിച്ച് ഉപജീവനം തേടുന്നത്. എന്നാൽ ഇവിടുത്തെ കർഷകരെ വഴിയാധാരമാക്കിയും പരിസ്ഥിതിക്ക് കോട്ടം വരുത്തിയും വ്യവസായ ആവശ്യങ്ങൾക്കായി ഈ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നത്. എന്നാൽ ഭൂമി വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും ഭൂമി ഏറ്റെടുക്കൽ നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും കിനാലൂർ സ്വാശ്രയ കർഷക സമിതി ആവശ്യപ്പെട്ടു. ഞങ്ങൾ 2003 തൊട്ട് ഭൂമിയുമായി കൈവശം വെച്ച് 600ഓളം കർഷകരാണ് അവിടെ സ്ഥലം വാങ്ങി. ഞങ്ങൾ യഥാസമയം കമ്പനിക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റായി പണം കൊടുക്കുകയും കമ്പനി ഞങ്ങൾക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്ത് തരാമെന്നുള്ള ഒരു നിബന്ധനകളിൽ എത്തിയതിനു ശേഷം ചില ബാഹ്യശക്തിയുടെ ഇടപെടൽ മൂലം ആ രജിസ്ട്രേഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ആ അവസരത്തിൽ സർക്കാരിന്റെ ഇത്തരം നീക്കത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ശനിയാഴ്ച കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് ജി ജോർജ് ഇരുവച്ചിറ, വൈസ് പ്രസിഡന്റ് പി.ടി. ലത്തീഫ്, കെ.വി. ജോസഫ്, കെ. ബാലകൃഷ്ണൻ, സി. മൊയ്തീൻ കോയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.